കറന്റ്ലി ഞാനുള്ളത് ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ ഉള്ളിലായിട്ടാണുള്ളത്. ഈ ഒരു ക്യാമ്പസ് സിറ്റുവേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഷ്കന്റ് സിറ്റിക്ക് ഉള്ളിലായിട്ടാണ് ഈ ഒരു ക്യാമ്പസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. ഈ ഒരു കോളേജിന്റെ അകത്ത് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പഴയ നാലുകെട്ടിന്റെ ഒരു ഫീലിംഗ് പോലെ ഉണ്ട്. കാര്യം വേറൊന്നല്ല, സെൻട്രലിൽ ഒരു ഫ്രീ സ്പേസ് ഒക്കെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, 4 സൈഡിലായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. ഒരു 6 നില വരുന്ന വലിയ ഒരു ക്യാമ്പസ് ആണ് വരുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന്റെ തിയറി ക്ലാസ്സസ് മെയിൻലി നടക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിന്റെ ഡിഫറൻസിലാണ് ഹോസ്റ്റൽ വരുന്നത്. അറൗണ്ട് ഒരു 10 to 15 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലാണ് ഹോസ്റ്റൽ വരുന്നത്. ഹോസ്റ്റലൊക്കെ ഒരു സിംഗിൾ ക്യാമ്പസിനുള്ളിലാണ് ഹോസ്റ്റൽസ് വരുന്നത്. സോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ എന്ത് ചെയ്യാം, ഞാൻ ഈ ക്യാമ്പസ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചുറ്റി നടന്നതിനെ കാണിച്ചു തരാം. ദെൻ ഇതിന്റെ ഓപ്പോസിറ്റുള്ള മെയിൻ റോഡ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. സോ ഇതാണ് നമ്മുടെ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നമ്മൾ നേരത്തെ നിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ മെയിൻ റോഡ് വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്റേഴ്സ് 600 മീറ്റേഴ്സ് നടക്കുകയാണെങ്കിൽ നമ്മുടെ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ക്യാമ്പസ് നോർമലി ഉസ്ബെക്കിസ്ഥാനിലുള്ള എല്ലാ ക്യാമ്പസുകളും ഭയങ്കര ഗ്രീൻ ആയിട്ടുള്ള ക്യാമ്പസാണ്. അതുപോലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ദെൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫ്രീ ടൈമിലൊക്കെ ഒന്ന് പോയിരിക്കാൻ, ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹട്ട്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡോട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു റിഫ്രഷ്മെന്റ് ഏരിയ ആണ്. അതായത് നമ്മുടെ ക്യാൻറ്റീനും അതുകൂടാണ്ട് റെസ്റ്റോറന്റ് ഒക്കെ അവിടെ വരുന്നുണ്ട്. സോ സ്റ്റുഡൻസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് ഫുഡ് മേടിച്ച് കഴിക്കാനും അതിനൊക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ പിന്നെ ക്യാൻറ്റീനിൽ അവൈലബിൾ ആയിട്ടുള്ള, റെസ്റ്റോറന്റിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ലോക്കൽ ഫുഡാണ്. ബിക്കോസ് നമ്മളതിപ്പോൾ ഏത് കോളേജ് എടുത്താലും നോർമലി ലോക്കൽ ഫുഡ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഹോസ്റ്റലിലോട്ട് പോകുന്ന സമയത്ത് ഹോസ്റ്റലിൽ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇന്ന് നമ്മളും ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു മസാലാസൊക്കെ ആയിട്ട് ഏകദേശം അഡ്ജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ആ ഒരു കാര്യത്തിന് അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ സ്റ്റുഡന്റ് ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഹോസ്റ്റലിൽ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റുഡൻസിന് അതൊരു വലിയ പ്രോബ്ലം ആവാനായിട്ടും പോകുന്നില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ് വരുന്നത്. നമുക്ക് 2 എൻട്രൻസ് ആണുള്ളത്. മെയിൻ എൻട്രൻസ് അവിടെയാണ് വരുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു എൻട്രൻസും ഉണ്ട്. കറന്റ്ലി ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ക്ലാസിന്റെ ടൈമിംഗ് ആയിട്ടില്ല. ഇവിടെ 2 ഷെഡ്യൂളായിട്ടാണ് ക്ലാസ്സസ് നടക്കുന്നത്, ഫസ്റ്റ് ഷെഡ്യൂളും സെക്കൻഡ് ഷെഡ്യൂളും. ഓക്കെ, സോ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സ്റ്റുഡൻസിന്റെ ക്ലാസ്സസും, സെക്കൻഡ് ഷെഡ്യൂളിലാണ് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ക്ലാസ്സസ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ക്യാൻറ്റീൻ വരുന്നത്. അതിനകത്ത് എന്തുണ്ട്, ഇൻഡോറും ഔട്ട്ഡോറും അവൈലബിൾ ആണ്. നമുക്ക് ഫുഡ് മേടിച്ചതിന് ശേഷം അകത്തോ പുറത്തോ എവിടെയെന്ന് വെച്ചാൽ ഇരുന്ന് കഴിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു സിസ്റ്റം അല്ല ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബൊഫേ സിസ്റ്റം ആണ്. എന്തൊക്കെ ഫുഡാണോ ഉള്ളത് അതെല്ലാം അവർ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കാശ് കൊടുക്കുക. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം ഉള്ളത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ സ്റ്റുഡൻസിന് ഇരിക്കാനായിട്ടുള്ള കുറച്ച് ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ സൈഡിലായിട്ട് മുന്തിരി നട്ടിട്ടുണ്ട് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫ്രൂട്ട്സിന്റെ ഒരു കലവറ എന്ന് തന്നെ പറയാം ഉസ്ബെക്കിസ്ഥാൻ. എസ്പെഷ്യലി ഈ ഒരു ഗ്രേപ്സ്, നമ്മൾ എവിടെ പോയാലും ഈ ഗ്രേപ്സ് ചെടി നമുക്ക് കാണാനായിട്ട് പറ്റും. ഈവൻ എല്ലാ വീട്ടിന്റെ ഫ്രണ്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ഗ്രേപ്സ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ക്യാമ്പസ്, എസ്പെഷ്യലി സിറ്റിയുടെ ഉള്ളിലായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ക്യാമ്പസ്, എയർപോർട്ടിൽ നിന്ന് വളരെ നിയർ ആയിട്ടുള്ളൊരു ക്യാമ്പസ്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫസ്റ്റ് നോക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റാണ്. സോ വളരെ ബഡ്ജറ്റീവായിട്ട് നമുക്ക് MBBS പഠിക്കാനായിട്ട് പറ്റുന്നൊരു ക്യാമ്പസ് കൂടിയാണ് TMA എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TMAയുടെ അടുത്ത ബെനിഫിറ്റ്, TMAയുടെ എന്നല്ല ഉസ്ബെക്കിസ്ഥാനിലുള്ള കോളേജുകളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NMCന്റെ FMGL റെഗുലേഷനിൽ പറയുന്ന എല്ലാ കണ്ടീഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഇവിടെയുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ പോയിട്ട് നെക്സ്റ്റ് എഴുതേണ്ട കാര്യത്തിനകത്ത് നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കറന്റ്ലി MBBSന്റെ അഡ്മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക.